ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആൽക്കഹോൾ സെർവ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കണ്ട് ശീലമില്ല. ശീലിച്ചിട്ടില്ല. സൗദിയിലായതുകൊണ്ട് അത് അവിടെ ഇല്ലല്ലോ. അപ്പം ഇത് ഈ സാധനം കൊണ്ട് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് തട്ടി അവിടെ ഒരു കസ്റ്റമറിന്റെ പുറത്തോട്ട് വീഴുന്നു. അത് പുള്ളി അതെടുത്ത് എൻ്റെ മുഖത്തേക്ക് എടുത്ത് ഒഴിക്കുന്നു. ഇത് കൊണ്ടേ കൊടുത്തപ്പോ ഉമ്മ എന്ത് അതാ പറഞ്ഞു? അപ്പൊ അത് മേടിച്ച് വെക്കുമ്പോഴേ എൻ്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരൊക്കെ എനിക്കറിയാം. സന്തോഷത്തോടു കൂടിയുള്ള വാപ്പാക്ക് ഒരു വാച്ച് ആ മൊമെന്റിൽ എന്ത് തോന്നി? ആ മൊമെന്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖത്തേക്ക് വീണ മറ്റേ മദ്യത്തിന്റെ മദ്യത്തിന്റെയും ഇതിന്റെയൊക്കെ സുഖം ഞാൻ അറിയുന്നത്. അപ്പൊ ഞാനും നമ്മളെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫുഡ് ബാക്കി വരും. കസ്റ്റമർ കഴിച്ചതിന്റെ ബാക്കി ഫുഡ് വരും. അവർ യൂസ് ചെയ്യാതെ തന്നെ അതെടുത്ത് കഴിച്ചിട്ടുണ്ട്. അക്കോമഡേഷന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കയറി കിടക്കാൻ ഒരു സ്ഥലമില്ലായിരുന്നു. ഒരു ഇവിടുന്ന് ഒരു 10-20 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക്, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ നമുക്കൊരു അക്കോമഡേഷൻ, ഒരു പ്ലേസ് ഇല്ല, കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല. അത്രയും ഒരു യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവിടെ പോയി പാത്രം കഴുകിയ ഞാൻ ഇപ്പോൾ അവിടെ പോയി ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സിമിലർ ആയിട്ടുള്ള ഒരു കമ്പനി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ചിക്കിങ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതെ. ഒരു ഷോപ്പ് ഞാൻ റൺ ചെയ്തു. എൻ്റെ ഓണർഷിപ്പിൽ ഒരു ഷോപ്പുണ്ട്. അപ്പം ഞാൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വന്നിട്ട് ഇക്ക പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം എൻ്റെ നബീലാണ്. വിശ്വാസമാണ് പറ്റിയ 3000-ലധികം വിദ്യാർത്ഥികളുടെ ഇക്കയാണ്. 3000-ലധികം സ്റ്റുഡൻസിന്റെ ഇക്കയാണ്. ഇക്കയാണ്. അതെ. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തി മലയാളിയാണ്. പക്ഷേ ജനിച്ചതും വളർന്നതെല്ലാം സൗദിയിലാണ്. പിന്നീട് അവിടുന്ന് തന്റെ ജീവിതം പറിച്ചു നട്ടത് UK-യിലേക്കാണ്. മലയാളികൾ ആരും വിദേശ പഠനം UK ചൂസ് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടത്തിന് മുന്നേ UK-യിലെത്തി അവിടുത്തെ ബിസിനസ് സാധ്യതകളെ കുറച്ചുകൂടി തിരിച്ചറിഞ്ഞ ഒരു വിദ്യാർത്ഥി. ഇന്ന് ആ വിദ്യാർത്ഥിയിൽ നിന്ന് ഒരുപാട് സംരംഭങ്ങളുടെ സാരഥിയായി നബീൽ, സ്വാഗതം സ്പാർക്കിന്റെ എപ്പിസോഡിലേക്ക്. താങ്ക് യു സോ മച്ച്. നബീൽ എങ്ങനെയാണ് സൗദിയിൽ നിന്നും UK-യിലേക്ക് എത്തുന്നത്? സൗദിയിൽ നിന്ന് UK-യിലേക്കല്ല എത്തുന്നത്. ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഒക്കെ സൗദിയിലായിരുന്നു. പേരൻസ് സൗദിയിലാണ്. വാപ്പൊക്കെ അവിടെ ബിസിനസ്സാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്യാനായിട്ട് നാട്ടിലാണ് വരുന്നത്. ഞാൻ ഡിഗ്രി ചെയ്യുന്നത് SM കോളേജിലായിരുന്നു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മാസ്റ്റർ ഡിഗ്രി ചെയ്യാനായിട്ടാണ് UK-ക്ക് പോകുന്നത്. ഏത് വർഷം? 2013 ലാസ്റ്റ് 2014 എന്ന് പറയാം. 14ലാണ് ഞാൻ MBA ചെയ്യാനായിട്ട് പോകുന്നത്. അന്ന് അങ്ങനെ UK മാർക്കറ്റ് അത്രയും പോപ്പുലർ ആയിരുന്നോ? ഇല്ല, ഒട്ടും. വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസും അതുപോലെ ഇപ്പോൾ ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ഏജൻസികളുണ്ട് സ്റ്റുഡൻസിനെ കൊണ്ടുപോകാനായിട്ട്. ഒരുപാട് അന്ന് ഏജൻസികളും കുറവാണ്. ഇപ്പോൾ UK-യിലേക്ക് എങ്ങനെ പോകണം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ സിംഗപ്പൂർ MBA ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ എൻ്റെ കൺസൾട്ടൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം പുള്ളിയാണ് UK എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ അടുത്ത് വെക്കുന്നത്. അങ്ങനെ പിന്നെ UK. അപ്പോൾ അന്ന് ഏജൻസി പറയുന്നത് നമ്മളെ കുറേ ഫിലിമൊക്കെ കാണിച്ചു തന്ന്, ഈ ഷാറൂഖ് ഖാൻ്റെ ഒക്കെ ഒരു ഫിലിമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പടമൊക്കെ കാണിച്ചു തരുമ്പം അതിനകത്തൊരു പാട്ടിലൂടെ ഷാറൂഖ് ഖാൻ ഇങ്ങനെ ഓടിപ്പോകുമ്പം പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇങ്ങനെ മാർക്കറ്റിൽ പോകുന്നുണ്ട്, വേറെ ഹൗസ് കീപ്പിംഗ് പോലുള്ള ജോലികൾ ചെയ്യുന്ന കുറേ. അപ്പോൾ പുള്ളി ഇങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഈ ജോലിയൊക്കെ വളരെ എളുപ്പമാണ്, അടിപൊളി ലക്ഷറി ലൈഫൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മളെ ഏജൻസിയിലോട്ട് പോകുമ്പോൾ പുള്ളി ഈ ലണ്ടൻ്റെ ഒരു ഫേസൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഒരു ലക്ഷറി ലൈഫ്. ഇതൊക്കെ കണ്ടിട്ടാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. പുള്ളി ചോദിച്ചു പാർട്ട് ടൈം ജോബൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് ഒരു എക്സാമ്പിൾ തന്നത്, ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരു പെന്ന് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ പെന്ന് എടുത്ത് ജസ്റ്റ് എൻ്റെ അടുത്ത് പറയാൻ, നബീൽ ഒരു കാര്യം ചെയ്യാം, പെന്നെടുത്തൊന്ന് മാറ്റാവോ, ഒന്ന് തൊട്ടടുത്തോട്ട് വെക്കാവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ആ പെന്നെടുത്ത് തൊട്ട്, ഇതാണ് അവിടുത്തെ പാർട്ട് ടൈം ജോബ്. ശരിക്കും ഏജൻസിയിലെ ചേട്ടൻ കൊള്ളാലോ. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പറയുന്നത്, നബീലില് പിന്നെ ഈ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങൾ തെന്നി അടിച്ച് വീഴാതിരിക്കാൻ നോക്കണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അവിടെ മഞ്ഞൊക്കെ ആണല്ലോ, സ്നോഫോൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ എന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ങളവിടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആപ്പിൾ മരങ്ങൾ കാണും. ഇത് ചീഞ്ഞ് ഇത് തറയിൽ വീണിട്ട് ഇത് സ്ലിപ്പായിട്ട് വീഴരുത്. ആ ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ട്? പുള്ളി എവിടെയൊക്കെ തന്നെ ഉണ്ട്. വലിയൊരു ബിസിനസ് ഒക്കെ നടത്തി, സെയിം കൺസൾട്ടൻസി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പം പാർട്ട് ടൈം ജോബും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്.
അപ്പം ഞാൻ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പുള്ളിയെടുത്ത് പറയാണ്, സാർ ഈ യൂണിവേഴ്സിറ്റി നല്ലതല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നബീലിന് പശുവിനെ കറക്കാൻ അറിയാമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ പറയുന്നത്, ആ യൂണിവേഴ്സിറ്റി പോയി, അത് ഔട്ടർ ലണ്ടനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് ആകപ്പാടെ ജോലി കിട്ടുന്നത് പശുവിനെ കറക്കുന്ന ജോലിയൊക്കെ ആയിരിക്കും, ഇതൊക്കെ പോയി ചെയ്യേണ്ടി വരും. അപ്പം പുള്ളിക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെ വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റേത് യൂണിവേഴ്സിറ്റി പറഞ്ഞാലും പുള്ളി ഓക്കെ പറയത്തില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് നമ്മൾ യു കെയിലേക്ക് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരാളടുത്ത് വിളിച്ച് ചോദിക്കാൻ പോലും അവിടെ ആരുമില്ല. ഇപ്പം ഉള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണ്, ആരെങ്കിലുമൊക്കെ യു കെയിൽ കാണും. പക്ഷെ അന്ന് അത്രയും ആൾക്കാർ കുറവായിരുന്നു. ഇന്ന് ഒരു വീട്ടിലെ ഒരാള് മിനിമം യു കെയിലുണ്ടാവും. സിനിമ കാണും. അപ്പുറത്തെ വീട്ടിൽ ഒരാൾ, നമ്മളെ വീട്ടിലല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരാളെങ്കിലും യു കെയിലുണ്ട്. അപ്പം അന്ന് അത്രയും സാധ്യതകൾ വളരെ കുറവാണ്. നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് വളരെ സാധ്യതകൾ കുറവാണ്. വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ പോകുമ്പോൾ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓക്കെ. ഇന്ന് മറ്റേ കേരളത്തിൽ ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് യു കെ നിൽക്കുന്ന പോലെ എന്ന് പറയുന്നല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പം വെക്കേഷനൊക്കെ വരുമ്പം ഇവിടെ ഞാൻ കൂടുതലും അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ കാണുന്നത്. നമ്മളെ മലയാളികളെല്ലാം അവിടെ ഉണ്ട്. ഇതായിരിക്കും അവര് പറയുന്നത്, യു അതെ, കെക്കാര് പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഞാൻ കാണണമെങ്കിൽ ഇപ്പം യു കെയിലോട്ട് പോകണം. അപ്പൊ അത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ട്. അങ്ങനെ യു കെയിലെത്തി. എങ്ങനെയുണ്ടായിരുന്നു കോഴ്സ് ചെയ്തിട്ട്? ചേട്ടന്റെ യൂണിവേഴ്സിറ്റി അടിപൊളിയായിരുന്നോ? യൂണിവേഴ്സിറ്റി ഒക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ ഞാൻ ആപ്പിളൊന്നും കണ്ടില്ല. ആപ്പിള് ഞാൻ വില കൊടുത്ത്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കണം, അല്ലാതെ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ പേന എടുത്തു വെക്കുന്ന ലാഘവത്തോടെ ചെയ്ത ഞാൻ എടുത്തു വെക്കുന്നതിന് പകരം ഒരു 10-20 കിലോയുടെ ചാക്കൊക്കെയാണ് എന്റെ മുഖത്തെടുത്ത് വെച്ചത്. അതുകൊണ്ട് പേന അവിടെ പഠിക്കാൻ പോകുമ്പോൾ പോലും പേന യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ പെന്ന് യൂസ് ചെയ്യുന്നില്ല. അപ്പം അത്ര എളുപ്പമായിരുന്നില്ല അവിടെ എത്തിപ്പെടുമ്പോൾ. ഇപ്പം പുള്ളി പറഞ്ഞതനുസരിച്ച് നമ്മൾ അവിടെ പോകുമ്പോൾ അക്കോമഡേഷന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കയറി കിടക്കാൻ ഒരു സ്ഥലമില്ലായിരുന്നു. ഇവിടുന്ന് ഒരു 10-20 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക്, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ നമുക്കൊരു അക്കോമഡേഷൻ, ഒരു പ്ലേസ് ഇല്ല, കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല, അത്രയും ഒരു യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കുറച്ച് എൻ്റെ അന്ന് സുഹൃത്തുക്കളല്ല, ഈ ഏജൻസിയിൽ നിന്ന് പോയ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു, കുറച്ച് അവർ പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവിടെ പോകുമ്പോൾ നമുക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ, അതില്ല. നമ്മൾ ഇവിടുന്ന് പൈസയൊക്കെ പേ ചെയ്തിട്ടാണ് പോകുന്നത്, അക്കോമഡേഷനുള്ള പൈസയൊക്കെ പേ ചെയ്തിട്ട് അവിടെ പോകുമ്പോൾ അങ്ങനെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഷെൽട്ടർ കിട്ടുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗദിയിൽ ഈ എല്ലാ തരത്തിലുള്ള ലക്ഷറി ഫെസിലിറ്റീസും കിട്ടിയിട്ട് അവിടോട്ട് പോകുമ്പോൾ ഒരു 8 പേരുള്ള ഒരു റൂമിനകത്ത് താമസിക്കേണ്ടി വരുന്നു. ആ വീട്ടിൽ തന്നെ ഏകദേശം ഒരു 10-16 പേരുണ്ട്, ഒറ്റ വാഷ്റൂം. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ട് അവിടെ പോകുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ജോലികൾ ചെയ്തിട്ടേ ഇല്ല. അപ്പം ചെയ്യേണ്ട ആവശ്യം, എൻ്റെ കാര്യം പോലും ഞാൻ ചെയ്തിട്ടില്ല. കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. അവിടെ പോകുമ്പോൾ ഫുഡ് എടുത്തു തരാനൊന്നും ആരും ഇല്ല, ഫുഡ് തന്നെ ഇല്ല. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോകുന്നത്. അവിടെ ആരും ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ മാസങ്ങളിലൊക്കെ, അതുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ താമസിച്ചതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് പോകുന്നു. അതുമായിട്ട് വെയിറ്ററായിട്ട് പോകുമ്പം ആദ്യം ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആൽക്കഹോൾ സെർവ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കണ്ട് ശീലമില്ല, സൗദിയിലായതുകൊണ്ട് അത് അവിടെ ഇല്ലല്ലോ. അപ്പം ഈ സാധനം കൊണ്ട് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് തട്ടി അവിടെ ഒരു കസ്റ്റമറിന്റെ പുറത്തോട്ട് വീഴുന്നു. അത് പുള്ളി അതെടുത്ത് എൻ്റെ മുഖത്തേക്ക് എടുത്ത് ഒഴിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 10-21 വയസ്സുള്ള ഒരു സമയത്ത് അത് മുഖത്തേക്ക് ഒഴിച്ചു. പുള്ളിയെ മദ്യപിച്ചിട്ട് നിൽക്കുവാണല്ലോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ പെട്ടെന്ന് ഓടി വന്നു. എങ്കിലും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നമുക്ക് അവിടെ ജീവിക്കണമല്ലോ, വാപ്പായെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊരു ആഗ്രഹമാണ്. ഞാൻ എന്താ ചോദിക്കാൻ വന്നത്, ഇപ്പം വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചൊരു മകനാണ് നബീൽ, ഒറ്റ മോനേ ഉള്ളൂ. സൗദിയിൽ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ എവിടെയാണെങ്കിലും വാപ്പച്ചിയോട് പൈസ വെച്ച് കഴിഞ്ഞാൽ തരും. പിന്നെ എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടൊരു പാർട്ട് ടൈം ജോലിയിലേക്ക് പോയി? അല്ല, ഞാൻ അന്നും ഇന്നും എപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ. എൻ്റെ വാപ്പായെ ഡിപ്പെൻഡ് ചെയ്ത്
എത്ര ജീവിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഒറ്റ ഒരാളാണ്. അപ്പം ഞാൻ അവിടെ UK പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വാപ്പ പറഞ്ഞു, ജോലിക്കൊന്നും പോകണ്ട, പൈസ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇപ്പം സാധാരണ ഇപ്പം സ്റ്റുഡൻസ് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഈ ലോൺ എടുത്തിട്ട് പോകും. അപ്പം ആ ലോൺ അടച്ചു തീർക്കണം. കുറേ ആൾക്കാരത് കംപ്ലൈൻ്റ് ആയിട്ടും പറയുന്നുണ്ട്, ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ ലോണൊന്നും എടുത്തിട്ടല്ല പോയത്. പക്ഷെ ഞാൻ പോയതിൻ്റെ ഒരു 2-ാമത്തെ 3-ാമത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ ഈ പറയുന്ന ജോലികൾക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പോകുമ്പോൾ എനിക്ക് എക്സ്പെൻസിനായിട്ട് എൻ്റെ വാപ്പ കുറച്ച് പൈസ തന്നിരുന്നു. ആ പൈസ പോലും ഞാൻ മുഴുവനായിട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗദിയിൽ ഒരു മുറിക്കകത്ത് നിന്ന ഞാൻ, എനിക്ക് ഒരാളടുത്ത് സംസാരിക്കാൻ അറിയില്ല, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പം ഞാൻ എൻ്റെ എന്താണോ എൻ്റെ ലിമിറ്റേഷൻ, അതിനെ മറികടക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള പിള്ളേർ കുറച്ചുകൂടി അവരെല്ലാ കാര്യവും ചെയ്യാൻ എല്ലാ കാര്യങ്ങളും തയ്യാറാണ്. അവർക്ക് അറിയാം. അപ്പം എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അവർ. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഇവരടുത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കോളേജിൽ നിൽക്കുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളും, പല പ്രോഗ്രാംസിനൊക്കെ ഞാൻ മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആക്റ്റീവായിട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങി. എനിക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല. ഇപ്പം പല ഇതും ഉണ്ടാവില്ല, SFI, ASF, ABP, KS, ഏത് പാർട്ടിക്കും സ്ട്രൈക്ക് വന്നാൽ എല്ലാത്തിലും ഞാൻ ആക്റ്റീവായിട്ട് ഞാൻ എല്ലാത്തിനും പോകുമായിരുന്നു. കോളേജ് ഇലക്ഷൻ ഇതിൽ മത്സരിച്ചു, ജയിച്ചോ? സെക്കൻഡ് ഇയർ മത്സരിച്ച് ജയിച്ചു. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന എല്ലാ ഇവർക്കെല്ലാം എതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു. ഇന്നും അത് ഞാൻ ജയിച്ചില്ല. വളരെ കുറഞ്ഞ വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു. പക്ഷെ അന്ന് ആ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നൊരു കൗൺസിലറായിട്ട് ഇപ്പം കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമാണ്. ഞാൻ പാർട്ടിയുടെ പേരൊന്നും പറഞ്ഞില്ല. ഒരു പാർട്ടി ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ അവിടുത്തെ ആകപ്പാടെ 10 വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പം അത് കുറച്ച് പ്രശ്നമാണ്. എൻ്റെ പേരുമായിട്ടൊക്കെ പ്രശ്നം വരുന്ന ഒരു പാർട്ടിയായിരുന്നു. അപ്പം എന്നെ വന്ന് അവർ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഞാനിത് മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ വിഡ്രോ ചെയ്യാൻ നിന്ന പേപ്പർ കീറിക്കളഞ്ഞിട്ട് ഞാൻ ഏകദേശം SM കോളേജ്, പുനലൂർ SM കോളേജിൻ്റെ എല്ലാ ക്ലാസ് റൂമുകളിലും കയറി ഞാൻ ക്യാമ്പയിൻ നടത്തുന്നു. ആ പാർട്ടിക്കും എനിക്കും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പോയി സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേ ഉണ്ട്. ആ ഡേയിൽ ഞാൻ സാധാരണ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും ആരവം മുഴക്കിക്കൊണ്ടാണ് അവരവരുടെ കാൻഡിഡേറ്റ്സ് പോകുന്നെങ്കിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പം ഞാൻ പോകുമ്പോൾ ആ കോളേജ് മൊത്തം കൈയടിച്ചിട്ടാണ് ഞാൻ അത് കയറി പോകുന്നത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ പോലും വളരെ അത്രയും പാർട്ടികൾക്കെതിരെ മത്സരിച്ചിട്ട് ഞാൻ അവിടുത്തെ സെക്കൻഡ് പ്ലേസിലോട്ട് വരുമ്പോൾ അന്ന് SFI ആണ് അവിടെ വിജയിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ ഞാനാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാനാണ് അവിടെ നിൽക്കുന്നത്. അതും തുച്ഛമായിട്ടുള്ള വോട്ടുകളുടെ ഇതിൽ. അതെനിക്ക് തന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾക്ക് പ്രത്യേകിച്ച് ആരും നമ്മുടെ പിന്നാലെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് പരിശ്രമിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലെത്താനായിട്ട് സാധിക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനോടാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു എൻ്റെ NBL. അത് എനിക്ക് കിട്ടിയ ഒരു എനർജിയിൽ നിന്നാണ് ഞാൻ NBL എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിയിലോട്ട് വരുന്നതും അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ അവിടെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ എൻ്റെ മുഖത്തേക്ക് അത് ഒഴിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോവുകയല്ല, വീണ്ടും ആ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതെൻ്റെ പാർട്ട് ഓഫ് ദി വർക്കാണ്, പാർട്ട് ഓഫ് ദി ജോബാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. വീട്ടിൽ പാത്രങ്ങൾ, സ്വന്തം പാത്രം പോലും എടുത്തുകൊണ്ട് കഴുകാത്ത ഞാൻ കസ്റ്റമേഴ്സിൻ്റെ പാത്രങ്ങൾ കഴുകുന്നു. അല്ലെങ്കിൽ ഫുഡിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫുഡ് ബാക്കി വരും, കസ്റ്റമർ കഴിച്ചതിൻ്റെ ബാക്കി ഫുഡ് വരും, അവർ യൂസ് ചെയ്യാതെ തന്നെ അതെടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്ന് അതിന് വല്ലാത്ത വിലയുണ്ട്. ആഹാരത്തിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഈ ഫുഡിന്റെ ബാക്കി എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഉമ്മാടുത്ത് പറയുന്ന ഞാൻ വല്ലവരും കഴിച്ചതിന്റെ ബാക്കി ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ സാധനങ്ങൾ ഈ പറയുന്ന, ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ ഉമ്മ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വാപ്പായെ കൊണ്ടാ ജോലി ചെയ്യിപ്പിക്കുക. അവനത് പറ്റത്തില്ല. അതുകൊണ്ട് ഉമ്മ എന്തെങ്കിലും ഒരു വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവന് വേണ്ട, വാപ്പായനെ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല.
അപ്പോൾ നമ്മൾ എന്നെ അത്രയും പാമ്പർ ചെയ്യിപ്പിച്ചിട്ടാണ് ഇന്നും വളർത്തുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് ആ സാഹചര്യത്തിൽ ഈ പറയുന്ന 10-20 കിലോ സാധനം എടുത്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ ഒരു 10,000-ഓളം വീടുകൾക്ക് നമ്മൾ ലീഫ്ലെറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരിതുണ്ട്. നോട്ട് ഇത് പല കമ്പനികളുടെ ഡോമിനോസ് അല്ലെങ്കിൽ KFC. അപ്പം അത് സപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു നല്ലൊരു ബെറ്റർ ജോബ് വരുന്നത് ബർഗർ കിങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ അതിൽ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 6 മന്ത് ഒരു 1 ഇയറിനകത്തോടെ ഒരു ലീഡിങ് പൊസിഷനിലോട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ഞാൻ അന്ന് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ മടുത്തു. ഫസ്റ്റ് പോയി MBA കംപ്ലീറ്റ് ചെയ്തു. അവരെനിക്ക് നല്ലൊരു ഓഫർ ചെയ്തായിരുന്നു. ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ തരാമെന്ന് പറയുന്ന ബർഗർ കിങ്ങിൽ നിന്ന് അങ്ങനെ ഒരു ഓഫർ കിട്ടി. പക്ഷെ എനിക്ക് അത് അത്ര ഒന്നും ചെയ്യാനില്ല. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അധ്വാനത്തിൽ എൻ്റെ വാപ്പായ്ക്കും ഉമ്മാക്കും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ജോലി ചെയ്ത് കുറേ പൈസയൊക്കെ ആക്കി വെച്ചിട്ട് എൻ്റെ ഉമ്മാക്കൊരു കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇത് കൊണ്ടേ കൊടുത്തപ്പോ ഉമ്മ എന്ത് പറഞ്ഞു? അപ്പൊ അത് മേടിച്ചു വെക്കുമ്പോഴേ എൻ്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരൊക്കെ എനിക്കറിയാം. സന്തോഷത്തോടു കൂടിയുള്ള വാപ്പാക്കൊരു വാച്ച് മേടിച്ചു. അതിപ്പോൾ 10 വർഷം മുമ്പാണ്. ഈ 10 വർഷം മുമ്പ് മേടിച്ച എൻ്റെ ലൈഫിലും ഇന്ന് ഇപ്പോൾ എൻ്റെ വാപ്പ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഉമ്മ ആഗ്രഹിക്കുന്ന എന്തും മേടിക്കാൻ പറ്റും. എന്റെയും അവരുടെയും മനസ്സിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതെ, അതിൽ എൻ്റെ വിയർപ്പിന്റെ ഒരു മണമുണ്ടെന്ന് പറയുന്നത് പോലെ അത് ഞാൻ 2 മാസം മുമ്പ് മേടിച്ചു വെച്ചിട്ട് ഞാനത് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ 2 മാസമായിട്ടും എൻ്റെ ഉമ്മയുടെ മുഖത്ത് വാപ്പയുടെ മുഖത്തുള്ള സന്തോഷമാണ് എൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ നേരെ പോയി സൗദിയിൽ അത് കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ 2 മാസം മുമ്പ് എൻ്റെ മനസ്സിൽ എന്തായിരുന്നു ആ ഫേസ് ഞാൻ കാണുന്നത്, അത് തന്നെയാണ് കാണുന്നത് അവിടെ. പിന്നെ ഞാൻ ആ മൊമെന്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖത്തേക്ക് വീണ മറ്റേ മദ്യത്തിന്റെയും ഇതിന്റെയൊക്കെ സുഖം ഞാൻ അറിയുന്നത്. പക്ഷെ അവിടെ ഒരു സംരംഭകൻ എന്നുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് ജോലി. എനിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ നോക്കിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ കൊണ്ട് UK വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് പോയി. പിന്നെ എനിക്ക് MBA കഴിഞ്ഞു വാപ്പച്ചയുടെ ബിസിനസ് ആയിട്ട് എടുക്കാം. വാപ്പയുടെ ബിസിനസ് എന്നുള്ള വേറൊരു നല്ലൊരു ഓഫർ കിട്ടിയായിരുന്നു എനിക്ക് അവിടെ സൗദിയിൽ തന്നെ. നല്ലൊരു ഓഫർ കിട്ടി. അപ്പൊ ഈ UK കിട്ടിയ ആ ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ, ഇത് എനിക്ക് അങ്ങോട്ട് എനിക്ക് വേറൊരു രാജ്യത്ത് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, സെറ്റ് ആവുന്നില്ല. അപ്പൊ അന്നത്തെ സമയത്ത് UK ഒന്നാമത് എനിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് റിജക്ഷൻ വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റില്. റീസൺ ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. UK MBA നിങ്ങളെ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ സമയത്ത് UK ഒരു കമ്പനികളും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത്രയും സാലറി തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ റിജക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറെ സ്ഥലങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ റിജക്ഷൻ വരുന്നത് ഇതെന്താ റീസൺ എന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് MBA എടുത്ത ഒരാൾക്ക് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് കേൾക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ പുച്ഛിക്കും. പക്ഷെ അത് അന്ന് അങ്ങനെ അല്ലായിരുന്നു UK ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ ഒരു വലിയൊരു കമ്പനിയിൽ എനിക്ക് ജോബ് എന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു. ആ ഇന്റർവ്യൂവിന് പോയപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നല്ലൊരു പാക്കേജ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഇതല്ലല്ലോ എൻ്റെ ഒരു ലക്ഷ്യം. എനിക്ക് എന്തോ ഒന്ന് നേടാനായിട്ടുണ്ട് എന്നൊരു തോന്നുന്നു. അപ്പം ഞാൻ നേരെ എൻ്റെ മൈൻഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് സിവിൽ സർവീസിലോട്ട് പോകണമെന്നാണ്. അപ്പൊ നേരെ അപ്പം തോന്നൽ വാപ്പാടുത്ത് പറയുന്നു. അപ്പൊ ഇത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. പൊയ്ക്കോളാൻ പറയുന്നു. നേരെ ഡൽഹിയിലോട്ട് അടുത്ത ഫ്ലൈറ്റിന് ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, ചാണക്യ IAS അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അവിടെ ആ എൻട്രൻസ് ക്ലിയർ ചെയ്തു. അവിടെ എനിക്ക് അഡ്മിഷനായി. അവിടെ ഒരു 1.5 വർഷം അത് പ്രിപ്പയർ ചെയ്തു. അവിടെ പോകുമ്പോഴും ഇതാണ് പ്രശ്നം. ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ഇത് വേറൊരു ലോകമാണ്. സിവിൽ സർവീസ് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് വളരെ ഈസിയാന്ന് പറഞ്ഞ് പോയി ഇറങ്ങുന്ന ഒരു ലോകം മറ്റൊരു ലോകം. പണ്ടത്തെ ചേട്ടന്റെ പേന പോലെയാണോ? അതേപോലെ തന്നെ. അല്ല, ഇത് അങ്ങനെയല്ല, നമുക്കറിയാം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യം. പക്ഷെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. കുറച്ചുകൂടെ എളുപ്പമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയപ്പം അങ്ങനല്ല. അവിടെ ഫസ്റ്റ് ഒരു മോഡൽ എക്സാം ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ഫസ്റ്റ് റാങ്കിലാണല്ലോ നമ്മൾ വരേണ്ടത്. ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പക്ഷെ അത് കുറെ ആയപ്പോഴത്തേക്ക് എനിക്ക് അവിടെയും ഒരു ചലഞ്ചാണ് നമ്മളെ മുമ്പിൽ വരുന്നത്. സിവിൽ സർവീസ് എന്ന് പറയുന്ന വേൾഡിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ലാസ്റ്റ് എക്സാം ഫസ്റ്റ് 8000 റാങ്കിലുണ്ടായിരുന്ന ഞാൻ അവിടെ നിന്ന് ലാസ്റ്റത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 217ാമത്തെ റാങ്കിലോട്ട് ഞാൻ എത്തുന്നു.
ഓക്കെ. അപ്പം നമുക്കതും പറ്റും. ഈ ലോകത്ത് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളില്ല എന്നൊരു ഓരോ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ലൈഫിൽ കുറച്ച് ഒരു മോശമായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ സ്വപ്നം ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചില്ല. അത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ ഡോക്ടറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതും കൂടെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തിൽ യുകെ വീണ്ടും നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് പോവാം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എന്നൊരു അപ്പം പോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഡോക്ടറേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞ ഏജൻസികൾ അന്നും പ്രശ്നമാണ്. 2017 ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ആ പഴയ നമ്മുടെ ആപ്പിള് പേന വെച്ച് വയ്ക്കുന്ന ആളത്തേക്ക് തന്നെ നമ്മൾ പോകുന്നു. അപ്പോൾ പുള്ളിക്ക് അത്ര ധാരണയില്ല ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്താണ്, ഇതിന്റെ പ്രൊസീജിയർ എന്താണ് എന്നൊക്കെ ഒന്നും വലിയ ധാരണയില്ല. അങ്ങനെ ഞാൻ എന്തായാലും ആപ്ലിക്കേഷൻ ഇടുന്നു. പിന്നെ നമുക്ക് ഇന്റർവ്യൂ ഒന്നും വരുന്നില്ല. യാതൊരു തരത്തിലുള്ള അപ്ഡേഷനും നടക്കുന്നില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ വേറെ വഴിയില്ല. എൻ്റെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു കണക്ഷൻ വരുന്നു. ഞാൻ തന്നെ മെയിൽ അയച്ചിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നു. ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്തു. പിന്നെ വിസയ്ക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നു. ഒറ്റയ്ക്ക് ചെയ്യാണ്. പിന്നെ ഏജൻസി ആവശ്യമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഇത് ഗ്രാജുവലി ഇത് പഠിക്കുകയാണ്. അത് എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പിന്നെ അഡ്മിഷൻ കിട്ടി. വീണ്ടും ബാക്ക് ടു യുകെയിലേക്ക് പോകുന്നു. അവിടെ മുതലാണ് ഒരു കൺസൾട്ടൻസി എന്ന് പറയാൻ അപ്പോഴും അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യത്തിലൂടെ എത്തിയേ പറ്റത്തുള്ളൂ എന്നൊരു തോന്നലുണ്ട്. കാരണം കുറെ വർഷം ഇതിങ്ങനെ പോവാണല്ലോ, നമ്മളെ ടൈമും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ വീണ്ടും ഞാൻ ബർഗർ കിങ്ങിൽ തന്നെ തിരിച്ചു കയറുന്നു. എൻ്റെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. അതാണ് എൻ്റെ ലോകം. ബർഗർ കിങ്ങിൽ ഏറ്റവും നമ്മളെ ഒരു രാജാവിനെ പോലെ നിൽക്കുകയാണ്. അപ്പം അവിടെ വീണ്ടും വർക്ക് ചെയ്യുന്നു. മറ്റൊരു സാഹചര്യം, ഞാൻ സ്റ്റുഡൻറ് വിസ സ്റ്റാറ്റസിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈമുണ്ട്. ഇത്രയും ടൈമിൽ 20 hours നമുക്ക് ലീഗലി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഒരു മാനേജർ പൊസിഷനിലോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു സാഹചര്യം വരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. ഞാൻ ക്വിറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ നിന്ന് ഒരു കംഫർട്ട് സോണിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എൻ്റെ സാധ്യതകളെ പറ്റി ഞാൻ പോയത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഡോക്ടറേറ്റ് എടുക്കാനായിട്ടാണ്. അപ്പം ഇതിൻ്റെ സാധ്യതകളെ പറ്റി ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PhD ഞാൻ പോകുന്നു, പ്രൊഫസറിന്റെ മുമ്പിൽ പോകുന്നു, ഞാൻ എൻ്റെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ അത് മാത്രം പോരല്ലോ, എനിക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അവിടെ നിന്ന് ഞാൻ കുറേ പാർട്ട് ടൈം ജോബുകൾ ചെയ്തു. ഈ പാർട്ട് ടൈം ജോബുകളിലൂടെ എല്ലാം ഞാൻ പഠിച്ചത് എങ്ങനെ പ്രാക്ടിക്കലി എനിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പം ഈ NBL എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ എന്നെ നമ്മൾ ഒരുപാട് പേര് അന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അന്ന് സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. ഇപ്പൊ ചോദിച്ചത് 2013-14 സ്റ്റുഡൻസ് ഇല്ല. 17, 18, 19 തൊട്ട് UK സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. അപ്പം അവിടെയുള്ള അന്ന് വരുന്ന സ്റ്റുഡൻസിന്റെ പ്രശ്നം ഈ അക്കോമഡേഷൻ ഇല്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളുകളില്ല. അപ്പം കൂടുതൽ ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. നമുക്ക് 2013 മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ എനിക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയറുകളും ഏകദേശം ഞാൻ പഠിച്ചു. ഇതിനകത്തുള്ള ഈ കോഴ്സിലോട്ട് വന്നപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ള വിസ അപ്ലൈ ചെയ്യുന്നത് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ കൊണ്ട് പഠിച്ചു. അപ്പം ഒരു സ്റ്റുഡൻറ് എന്നെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവൻ അവിടെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ വരുന്നു. അന്ന് വിസ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് UK. ഇന്ന് വിസ ഇന്റർവ്യൂ ഇല്ല. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യിപ്പിച്ച് അവൻ്റെ വിസ വരുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം ഇതിന്റെ ബിസിനസ് സാധ്യതകളോ അല്ലെങ്കിൽ ഇതിന് ഇത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതോ ഇതൊന്നും ചിന്തിക്കുന്നില്ല. പിന്നും ഓരോ ആൾക്കാർ വീണ്ടും സ്റ്റുഡൻസ് വരുന്നു. അപ്പോൾ ഇത് കുറേ എൻക്വയറീസ് വരും. ഇവർക്ക് അക്കോമഡേഷനും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് എന്നെ അവിടെ എല്ലാവരും ഇക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പം അവിടെ എത്തിപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരും ഇല്ലാതെ, ഇന്നത്തെ പോലല്ലോ, അന്ന് അവർക്ക് ഒരു ബ്രദറിനെ പോലെ ഒരാളുണ്ടല്ലോ, ടേക്ക് കെയർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ്, ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഗ്രാജുവലി നമുക്ക് എൻക്വയറി കൂടി വരുമ്പോഴത്തേക്ക്
അപ്പം ഞാൻ വിചാരിച്ചു പ്രാക്ടിക്കൽ നോളജും വേണം. പ്രാക്ടിക്കൽ നോളജ് വേണം. എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ അത് ഇത് ഇനിയിപ്പം എനിക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമാണ്. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി നേരത്തെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയായിട്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പം അവര് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് പറയുന്നു, "നീ അത് നമുക്ക് അതിൻ്റെ ഒരു ടൈപ്പ് ആവാം" എന്നുള്ള. അപ്പം എൻ്റെ അടുത്ത് ഒരു കമ്പനി ഫോം ചെയ്യാൻ പറയുന്നു. അപ്പം ആദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് NPL ആണോ? NPL അല്ലായിരുന്നു, വേറൊരു പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അത് NPLലേക്ക് മാറുന്നു. NPLന്റെ തുടക്കം അവിടെയാണ്. ആദ്യത്തെ ഒരു ഏത് സ്റ്റുഡന്റ് വർഷം? 2019? 2018ലാണ് ഫസ്റ്റ് സ്റ്റുഡന്റ് നമ്മൾ ചെയ്യുന്നത്. ചെയ്ത് അവിടെ നിന്ന് പ്രൊഫഷണലി ആദ്യത്തെ സ്റ്റുഡന്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ ആദ്യത്തെ സ്റ്റുഡന്റിനെ ചെയ്യുന്നത് 2018 18ലാണ്. അവിടെ ആദ്യത്തെ ഇന്ത്യക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു സ്റ്റുഡന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് അതൊരു 3000-ലധികം വിദ്യാർത്ഥികള് നമ്മൾക്ക് UK-യിൽ എത്തിക്കാൻ പറ്റിയ 3000-ലധികം വിദ്യാർത്ഥികളുടെ ഇക്കയാണ്. 3000-ലധികം സ്റ്റുഡൻസിന്റെ ഒക്കെയാണ്. അതെ. ഓക്കെ. ഇപ്പം UK എന്ന് പറയുന്ന മാർക്കറ്റ് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പോയാൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ UK-നെ കുറിച്ച് കേൾക്കുന്നുണ്ട്. നബീൽ 2013-14 കാലഘട്ടം മുതൽ ഇന്ന് വരെ UK ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നബീലിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് UK-യുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ? ഒന്ന് ഞാൻ UK പറ്റി എനിക്ക് നെഗറ്റീവ് പറയാനേ പറ്റില്ല. ഞാൻ എന്താണോ ആയത് അതിലോട്ട് എത്തിപ്പെടുന്നത് ആ രാജ്യത്ത് Second home. നിന്നാണ്. അതെ, എൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ്. അപ്പം എനിക്ക് ഒരിക്കലും ഇപ്പം ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ കുറേ ഇതിനു മുമ്പും കുറച്ച് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് UK പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവൻ എന്തറിയാം, അല്ലെങ്കിൽ ഇവൻ എന്താണ് അത് ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ ചിലത് അവർ കംപ്ലീറ്റ് ഞാൻ UK-യിൽ ഉള്ള ആളായിരുന്നു പോലും അറിയില്ല. കുറേ ആൾക്കാർ വന്നിട്ട് UK-യുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതിൻ്റെ എല്ലാ മോശമായിട്ടുള്ള സാഹചര്യങ്ങളും ഫേസ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ വരുന്ന സ്ട്രഗ്ലിംഗ് എന്താണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സ്റ്റുഡൻസിൻ്റെ രീതിയിലും എനിക്ക് അറിയാവുന്നതൊക്കെയാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. എൻ്റെ ഒരു 2018-19 ഒരു സ്റ്റുഡൻറ്റ് വന്നു. അപ്പം ആ സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് അവന് നമ്മുടെ കൊല്ലത്ത് ഉള്ള ഒരു പയ്യനാണ്. അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ഒരു സിസ്റ്ററുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ചോരും, വീടിനകത്ത് ചോരും. വെള്ളം ചോരും. ഈ സാഹചര്യത്തിൽ അവൻ്റെ ആഗ്രഹമാണ് അവന് UK-യിൽ പോകണമെന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവൻ അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ എന്താ പറയുക, അവൻ്റെ ഒരു അതിമോഹം എന്ന് ആൾക്കാർ പറയുമെന്നുള്ള ഒരു ഭയം അവനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് വാ. അപ്പം നിനക്കത് ഒരു അന്നത്ര ഫീസൊന്നുമില്ല, ഒരു 6 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ ഒരു MBA പ്രോഗ്രാം ചെയ്യാനായിട്ട്. ഇന്ന് 18 ലക്ഷം രൂപയാണ്. അപ്പം അത് ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് അടച്ച് വരാൻ പറഞ്ഞു. അവൻ ഇന്ന് UK-യിൽ ഒരു വീട് മേടിച്ചു. ഓ, ഇത്രയും പ്രൗഡ് മൊമെന്റ് വേറെ ഉണ്ടാവും അല്ലേ? അതായത് മഴയത്ത് അവന്റെ പെങ്ങക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, മഴയത്ത് പിന്നെ എൻ്റെ പെങ്ങക്ക് ഒരു നേരെ കിടക്ക, അവർക്ക് ആ മഴ പെയ്യുന്നതാണ്, അവർ ചിലപ്പോൾ ഹോളിൽ ഇവിടെയൊക്കെ ആയിരിക്കും വന്ന് കിടക്കുന്നത്. അവന് സ്വന്തമായിട്ട് ഒരു വീട് മേടിച്ചു. അതിനേക്കാളും എനിക്ക് ഒരു എക്സാമ്പിൾ എനിക്ക് UK-യിൽ പറയാനായിട്ട് പറ്റില്ല. പിന്നെ അവനത് ഹാർഡ് വർക്ക് ചെയ്തു. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളതല്ല. അവിടെ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന ചുമടെടുക്കാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ സ്ട്രഗ്ലിങ്ങുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും. ഇപ്പം ഞാൻ അവിടെ ഏറ്റവും എനിക്ക് UK-യോട് ആ രാജ്യത്ത് എനിക്ക് തള്ളിപ്പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോവിഡാണ്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇന്ത്യയിലുള്ള സാഹചര്യത്തിലും ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അവിടെയുള്ള സാഹചര്യത്തിലും ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ഇറ്റലിയിൽ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഇറ്റലി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഫസ്റ്റ് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം UK ഡെയിലി 1 ലക്ഷവും 2 ലക്ഷം പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു 18 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാർച്ച് 18 എല്ലാവരും എക്സിറ്റ് ആവണം എന്ന് ലാസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഈ ലാസ്റ്റ് ഫ്ലൈറ്റ് എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പം എൻ്റെ കസിൻ ബ്രദറുണ്ട്. അപ്പോൾ അവനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നാണ് വീട്ടിൽ നിന്ന് വിളി വരുന്നത്. എനിക്കപ്പോൾ ഇവനെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നു, 18 ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഇവനെ നാട്ടിലെത്തിക്കണമല്ലോ. അപ്പം ഞാൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വന്നിട്ട് ഇക്ക പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം എൻ്റെ വിശ്വാസമാണ്. അപ്പോൾ എനിക്ക് ഇവരെ മറികടന്ന് പോകാനും ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് ഇവനെ കൊണ്ടെത്തിക്കാൻ വേണം. എന്തോ ഭാഗ്യത്തിനോ ഭാഗ്യക്കേടോ എന്താണെന്ന് അറിയത്തില്ല, ആ ഫ്ലൈറ്റ് നമുക്ക് പോകാൻ പറ്റിയില്ല. എയർപോർട്ടിൽ പോയിട്ട് തിരിച്ച് അപ്പം ഞാൻ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. തിരിച്ചു വരുന്നു. ഞാനപ്പം വേറെ സ്ഥലത്ത് താമസിച്ചിരുന്ന എൻ്റെ ഈ പിള്ളേർക്കൊപ്പം അവരുടെ ഇക്കാണെന്നാണല്ലോ, അപ്പം ഞാൻ അവർക്ക് ഒപ്പം ഉണ്ടാവണമല്ലോ. ഞാൻ അവർക്കൊപ്പം വന്ന് താമസിച്ചു.
ആ കോവിഡിന്റെ സമയത്ത് ഒരു പുറം ലോകം മൊത്തം ആൾക്കാരുടെ മരണം നിരക്കാണ്. നമ്മൾ വാർത്ത എടുത്ത് വായിക്കുമ്പോൾ ഇത്രയും പേര് മരിച്ചു, ഇത്രയും പേർക്ക് ഇതെന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ നമ്മള് അന്ന് ആ സ്റ്റുഡൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം അവര് നമ്മളവിടെ ആഘോഷത്തോടുകൂടി നിന്നു. ഒരു വീട്ടിനകത്തേ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ സന്തോഷത്തോടുകൂടി ഏറ്റവും നന്നായിട്ട് ആണ് അവിടെ ജീവിച്ചോണ്ട് അവര് ടേക്ക് കെയർ ചെയ്തു. അവര് ടേക്ക് കെയർ ചെയ്യുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവർക്കും ആ വിശ്വാസമാണ്. എൻ്റെ ആ ഒരു ഒരു മരമാകുമ്പോൾ ആ മരത്തിന്റെ കീഴെ വന്ന് നിൽക്കാനുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസം എനിക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതും കോളേജിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കോളേജിൽ ആണിത്. നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്. അപ്പൊ അവർക്ക് ആ വിശ്വാസം ഉണ്ടെന്നുള്ളതും എൻ്റെ ഒരു ഏറ്റവും എനിക്ക് സഹോദരങ്ങളില്ല. ഇപ്പൊ ഈ പറഞ്ഞല്ലോ 3000 പേരുടെയൊക്കെ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നതാണ്. എനിക്ക് 3000-ഓളം പേരുടെ ഒരു ഇക്ക ആവാനോ, ഒരു സഹോദരനാവാനോ, ഒരു ചേട്ടനാവാനോ ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ നിൽക്കുമ്പോഴും അത് ആ ഒരു എല്ലാവരുടെയും ജ്യേഷ്ഠനായിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് എനിക്കിപ്പോഴും ഒരു ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടന്റ്, എനിക്ക് അങ്ങനെ ഒരു ജ്യേഷ്ഠനായിട്ട് നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അന്ന് ആ ടൈമിൽ ആ കോവിഡിന്റെ സമയത്ത് അവിടുത്തെ കുറെ ആൾക്കാർ പോയായിരുന്നു. ഈ ഡേറ്റ് വന്നപ്പോൾ കുറെ ആൾക്കാർ. പക്ഷെ അവിടെ ജോബിന് അപ്ലൈ ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ഈ KFC, ബർഗർ കിങ്, ഇവിടെയൊക്കെ NA ജോബ് എന്ന് പറയും. അവിടെ വർക്ക് ചെയ്ത് ഒരു ദിവസമെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവിടുത്തെ ഗവൺമെന്റ് ഫർലോ എന്ന് പറയുന്ന ഒരു സ്കീമിൽ ഇവിടുത്തെ ഒരു 70,000 രൂപ വെച്ച് ബാങ്ക് അക്കൗണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. ഈ കോവിഡിന്റെ സ്കീമിൽ എല്ലാവർക്കും ഒരു ദിവസം വർക്ക് ചെയ്താലും അവിടെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇവർ 70,000 രൂപ വെച്ച് നാട്ടിൽ വന്ന് നിന്നവർക്ക് പോലും ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഗവൺമെന്റ് അവിടെയുള്ള ആൾക്കാരോട് കാണിക്കുന്ന ഒരു പരിഗണനയാണ്, ഒരു നീതിയാണ്. അതെ. ഒപ്പം ഈ ഫുഡിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമുക്ക് പല സംഘടനകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഫുഡുകൾ വരുന്നു. ഞങ്ങളെ വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇതേ സാഹചര്യത്തിൽ നാട്ടിൽ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്തതും ബുദ്ധിമുട്ട് ചെയ്തതും എനിക്കറിയാം. അതായത് ആഹാരത്തിന് പോലും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു പഴം മേടിക്കാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. എന്നാൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് പ്രൊവൈഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് ആഹാരം എത്തിച്ചു കൊടുത്തിട്ട് വേണം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ. അവരവിടെ ആ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ആഹാരം സകല സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള നീഡ്സ് എല്ലാം ഫുൾഫില്ല് ചെയ്തിട്ടാണ് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ ആ ഡിഫറൻസ്, ഞാൻ ഒരു രാജ്യത്തെ കുറ്റം പറയുന്നതല്ല, പക്ഷെ അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവിടെ. ഞാൻ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ സമയത്ത് ഈ കോവിഡിന്റെ സമയവും ബ്രെക്സിറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ എക്കണോമിക്കലി ഇവർ വളരെയധികം വീക്കായി. അപ്പോൾ ഇവർക്ക് ഇതിനെ മറികടന്നേ പറ്റും. കുറേ ആൾക്കാർ പോയി, അവിടെ ജോലി ചെയ്യാൻ ആൾക്കാരില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവിടുത്തെ നിയമങ്ങൾ വളരെ ഈസിയാക്കി, വളരെ ഫ്ലെക്സിബിൾ ആക്കി, വളരെയധികം ഫ്ലെക്സിബിൾ ആക്കി. ആർക്ക് വേണമെങ്കിലും UK വരാം. അങ്ങനെ ഒരു വളരെ ക്വാളിറ്റി ഉള്ളവരും ക്വാളിറ്റി ഇല്ലാത്തവരുമായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ. അങ്ങനെയാണ് കേരളത്തിൽ നിന്നൊക്കെ ഒരു ഒഴുക്കുണ്ടാവുന്നത്. ഒരു പക്ഷേ കൺസൾട്ടൻസികളുടെ ഒരു കുത്തൊഴുക്കുണ്ടായി. ഒരുപാട് കൺസൾട്ടൻസി ഞാനിപ്പോൾ ഈ പറഞ്ഞ എന്നെ ഇക്കാന്ന് വിളിച്ച ആൾക്കാരാണ് എനിക്ക് സ്റ്റുഡൻസിനെ കൊണ്ട് തന്നിട്ടുള്ളത്. നമ്മുടെ സർവീസ് പ്രോപ്പർ ആയപ്പോഴത്തേക്ക് ആ സർവീസിന് ബേസിൽ പ്രോപ്പറായിട്ടുള്ള റെഫറൻസ് നമുക്ക് വന്നിട്ടുണ്ട് സ്റ്റുഡൻസിൽ നിന്ന്. ആ റെഫറൻസിൽ തന്നെ നമ്മൾ ഏകദേശം 250-ഓളം സ്റ്റുഡൻസിനെ 2021-2022 ഇൻടേക്കിൽ നമുക്ക് 250-ലധികം സ്റ്റുഡൻസിനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ പല ആൾക്കാരും വലിയ വലിയ ബ്രാൻഡുകളെയും വലിയ വലിയ ഫീസുകളെയും ഫിലിം സ്റ്റാറുകളെയും ഒക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിന് ആവശ്യമില്ലായിരുന്നു. നമുക്ക് പ്രോപ്പർ സർവീസ് കൊടുത്താൽ തന്നെ അത് എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ്. ഇന്നും നമുക്ക് ആ പ്രോപ്പർ സർവീസിന്റെ ബേസിൽ തന്നെയാണ് UK ആരും പോകുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മളിലുള്ള വിശ്വാസം കൊണ്ടിട്ട് അവിടെ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവിടെ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ നാട്ടിലും പ്രശ്നങ്ങളുണ്ട്. UK കാര്യങ്ങളാണ് കൂടുതലും പുറത്തേക്ക് വരുന്നത്. കാരണം ഇത്രയും ആൾക്കാർ അവിടെ പോയി കൺജസ്റ്റഡ് ആണ്. ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ IELTS ഇല്ലാതെ പോകാൻ പറ്റും. കാനഡയിൽ പോകാൻ പറ്റത്തില്ല, ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ല, ന്യൂസിലാൻഡിൽ പോകാൻ പറ്റില്ല, മറ്റൊരു കൺട്രികളിലും ജർമ്മൻ മസ്റ്റാണ്. UK IELTS വേണ്ട. ഒരു എബോവ് ഇംഗ്ലീഷിന് 70% മാർക്കും ഡിഗ്രിക്ക് ഓവറോൾ 55% ഉള്ള ഏത് സ്റ്റുഡൻറ്റിന് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും, ഓൾമോസ്റ്റ് ടോപ്പ് റാങ്കിലുള്ള അല്ലാത്ത ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യാം, അവിടെ പോകാൻ പറ്റും. ഇനി ഇംഗ്ലീഷിന് മാർക്കില്ലെന്നുണ്ടെങ്കിലും MOI ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു എന്നൊരു ലെറ്റർ വെച്ചാൽ മതി. അത് അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഡിഗ്രിക്ക് പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ അതിനും അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഫേക്ക് ഡോക്യുമെൻറ്റ്, ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് കൊണ്ട്
UK വരുന്ന ആൾക്കാരുണ്ട്. കുറേ ഏജൻസികൾ ചെയ്യുന്നത് ഈ +2ൻ്റെയൊക്കെ മാർക്കുണ്ട്. ഇപ്പോൾ ഈ 70% മാർക്ക് വേണമല്ലോ ഇംഗ്ലീഷിന്. ഇവർ ഫോട്ടോഷോപ്പ് വഴി ഈ 70 മാർക്കാക്കും. 54ഉം 60ഉം മാർക്കുള്ള സ്റ്റുഡൻസിന് 70 മാർക്കാക്കിയിട്ടും ബിസിനസ് നടക്കണമല്ലോ. ഒരു കൺസൾട്ടൻസി എന്നുള്ള രീതിയിൽ നമ്മൾ പാലിക്കേണ്ട ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് പാലിക്കാതെ ഒരുപാട് കൺസൾട്ടൻസികൾ ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുകയും എങ്ങനെയെങ്കിലും ആ രാജ്യത്തേക്ക് കുറേ സ്റ്റുഡൻസിനെ എത്തിക്കുകയും ചെയ്തു. ഈ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഒരു സ്ഥലത്ത് പോയി പ്രോപ്പറായിട്ട് ലാംഗ്വേജ് ഇല്ലാതെ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ, പ്രോപ്പറായിട്ട് ഒരു CV ഒരു കീവേഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ CV കൊടുക്കാൻ പറ്റാത്ത ഒരാളുകൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരാവുമ്പോൾ, ഇപ്പം സ്റ്റുഡൻസ് മാത്രമല്ല, സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസും പോകുന്നുണ്ട്. ഇത് ഇത്രയും ആൾക്കാർ വരുമ്പോഴത്തേക്ക് എവിടെയാണ് അവിടെ ജോലി കിട്ടുന്നത്? അവിടെയുള്ള ആൾക്കാർക്കും ജോലി വേണ്ടേ? ഇത്രയും ഓവർ ക്രൗഡ് ആവുമ്പം അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ഈ നാട്ടിലെ ജോലി ഇല്ലല്ലോ. ഇവിടെ ഇവിടെ ഒരു തൊഴിലില്ലായ്മ ഒരു വലിയൊരു പ്രശ്നമല്ലേ. അതെ. അപ്പം ഇതേ പ്രശ്നം തന്നെ അവിടെ ഫേസ് ചെയ്യും. ഓവർ ക്രൗഡ് ആണ്. അത്രയും ജോബുകൾ ഉണ്ടോന്ന് വെച്ചാൽ ജോലികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ 2014 പോയി എൻ്റെ ദേഹത്തേക്ക് ഈ സാധനം വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ കാണിച്ച മനസ്സ് ഇന്ന് ഒരു സ്റ്റുഡൻസിനും ഇല്ല. ഇന്ന് ഒരു സ്റ്റുഡന്റിന്റെ ദേഹത്ത് ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് അതെടുത്ത് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഒന്ന് വൈറലാക്കും. വൈറലാവും. അത് തിരിച്ചെടുത്ത് ഒഴിച്ചിട്ട് എനിക്ക് ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇന്നത്തുള്ള സ്റ്റുഡൻസിനുള്ളൂ. അവർക്ക് ഇന്ന് സെർട്ടൈൻ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഉള്ള കുറേ സ്റ്റുഡൻസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ പോകുമ്പം സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഇപ്പം അവിടെ പോയി പാർട്ട് ടൈം ജോബ് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇപ്പം ചിക്കിങ് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ഞാൻ എടുത്ത് അവിടെ റൺ ചെയ്യുന്നുണ്ട്. ചിക്കിങ്ങിന്റെ ഫ്രാഞ്ചൈസി റൺ ചിക്കിങ് ചെയ്യുന്നുണ്ട്. അവിടെ എടുത്ത് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അതും എൻ്റെ സ്റ്റുഡൻസിന് ജോബ് കൊടുക്കുക എന്നൊരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ അവിടെ ജോലിക്ക് ആളെ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പാർട്ട് ടൈമിന് അവന് ക്വാളിഫൈഡ് ഉണ്ട്. പക്ഷെ അതിന് മനസ്സ് കാണിക്കുന്ന അത് എന്തും ചെയ്യണം. ഒരു സർവൈവ് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ പല സ്ഥാപനങ്ങളിലും, നമ്മളെ പല സുഹൃത്തുക്കളുടെയും പല സ്ഥലങ്ങളിലും ഏറ്റവും വലിയൊരു പ്രശ്നം ജോലിക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് അവിടെ മാത്രമല്ല, ഇവിടെയും ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു വലിയൊരു ബ്രാൻഡ്, ആ ബ്രാൻഡിലും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ജോലിക്ക് ആളില്ല. ഇപ്പം ഒരു 50,000 ഇവിടുത്തെ ഒരു മോശമായിട്ടുള്ള സാലറി അല്ലല്ലോ. ഇത് കൊടുത്താൽ പോലും ജോലിക്ക് വരാൻ ആൾക്കാരെ കിട്ടുന്നില്ല, തയ്യാറല്ല. അപ്പം അവിടെ പോയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ആരും നമുക്ക് കൊണ്ട് തരില്ല. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ UK എനിക്ക് മോശമായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇപ്പം ചോദിക്കുകയാണ്, ഇപ്പം ആസ് എ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് സ്റ്റുഡൻസിനെ ചാക്കിട്ട് ഇഴിക്കാൻ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ പോയി പാത്രം കഴുകിയ ഞാൻ ഇപ്പോൾ അവിടെ പോയി ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സിമിലർ ആയിട്ടുള്ള ഒരു കമ്പനി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ചിക്കിങ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഷോപ്പ് ഞാൻ റൺ ചെയ്തു. എൻ്റെ ഓണർഷിപ്പിൽ ഒരു ഷോപ്പുണ്ട്. ഞാൻ അവിടെ പിന്നെ ഒരു ഹോട്ടലിൽ, അതായത് ഹൗസ് കീപ്പിംഗ് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാം. ഇത് ഞാൻ അവിടെ അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തപ്പം ക്രൗൺ പ്ലാസ പോലുള്ള ഹോട്ടലുകളിലേക്കൊക്കെ നമ്മൾ മാൻ പവർ സപ്ലൈ ചെയ്യുന്നത്, അത് സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് പിന്നെ FMB എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഈ ഹൗസ് കീപ്പിങ്ങിനും ഇതിനൊക്കെ ആയിട്ട് സ്റ്റുഡൻസിന് അത് ഞാൻ ഹോസ്പിറ്റാലിറ്റി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം 120-120ഓളം പ്രോപ്പർട്ടീസ് നമ്മൾ Airbnb ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്തത് ഞാൻ അവിടെ അതിന്റെ ഒരു ഓണർഷിപ്പ് എനിക്ക് ഇന്ന് ഉണ്ടെന്നുള്ളതാണ്. അന്ന് ഹോട്ടലിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആളാണ്. ഹോട്ടലിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് വലിയൊരു ബ്രാൻഡാണല്ലോ ഷെഫ് പിള്ള എന്ന് പറയുന്നത്, RCP ഗ്രൂപ്പ് എന്ന് പറയുന്നത്. RCP ഗ്രൂപ്പിൽ ഞാനത് UK ഞാൻ നാട്ടിൽ വന്നിട്ടാണ് അതിന്റെ ഫസ്റ്റ് റെസ്റ്റോറന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, തൃശ്ശൂര്. അപ്പം പാത്രം കഴുകിയിരുന്ന ഞാൻ ഇന്ന് ഹോട്ടലിന്റെ ഒരു മുതലാളിയാണ് അങ്ങനെ പറയാം. അപ്പം അത് ചെയ്യാൻ പറ്റി. അതിപ്പം അത് UK കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലാണ്. അതിന്റെ ഒരു ഫുഡ് ചെയിൻ നമ്മൾ UK കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അതെ, ഷെഫ് പിള്ളയായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട്. ഷെഫ് പിള്ള എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബ്രാൻഡാണ്. അപ്പം അത് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പലരും വിചാരിക്കും, ഞാൻ എന്തിനാണ് അവിടെ പോയി ഒരു ചിക്കൻ ഷോപ്പിൽ ഞാൻ എന്തിനാണ് വർക്ക് ചെയ്യുന്നത് പാർട്ട് ടൈമായിട്ട്, അല്ലെ ഞാൻ എന്തിനാണ് ഹോട്ടലിൽ പോയി പാത്രം കഴുകുന്നത്. അവിടെയൊക്കെ വർക്ക് ചെയ്ത് അതിന്റെ എക്സ്പീരിയൻസ് ഏൺ ചെയ്യും. അതല്ല നമ്മുടെ ലൈഫ്. അതിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മളെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഒരു ചായക്കട ഇട്ടാൽ, എനിക്ക് ഇവിടെ അറിയാം, ഇവിടെ ലുലുവിലും ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ടീ ഷോപ്പുകളുണ്ട്. അത് ഇന്ന് ബ്രാൻഡാണ്.
ചായക്കടയെന്ന് പറയാൻ പറ്റില്ല. നമ്മള് ഈ റോഡ് റോഡരികില് സൈഡില് ഇവര് ചായക്കടകളുണ്ട്. മിനിമം ഏകദേശം ഒരു ദിവസം 50,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട്. ചായ വിറ്റ്. ചായ വിറ്റിട്ട് 50,000 മുതൽ ഇവിടെ കൊച്ചിയിൽ ഒരു ഒരു MG റോഡിനകത്തുള്ള ഒരു ചായക്കട 4 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് അപ്പം ഓപ്പർച്യൂണിറ്റീസ് എവിടാണ് ഇല്ലാത്തത്? ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഞാനിപ്പോൾ പറയാറുണ്ട് യുകെയിലേക്ക് പോകുമ്പോൾ യുകെയിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈറ്റ് പേപ്പർ പ്രപ്പോസൽ ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രപ്പോസലാണ് അവർ വെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് PR നേരത്തെ 5 വർഷം കൊണ്ട് PR ആവും. ഇപ്പോൾ 5 വർഷം PR മാറ്റിയത് ഒരു 10 വർഷത്തിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡിഫൻസിനെ കൊണ്ടുവരാണെങ്കിൽ തന്നെ ഇവർക്ക് IELTS മാൻഡേറ്ററി ആവണം. ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ അവിടെ ഈ റൂൾസ് ഒന്നും വരരുതെന്നായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. അതെൻ്റെ ഒരു ഇന്റൻഷൻ അല്ല. എനിക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ടുപോയാലും മതി. അത് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. അവരവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇനി അവിടെ നിന്നില്ലെങ്കിൽ പോലും അവർ തിരിച്ചു വന്നാൽ എവിടെയെങ്കിലും അവർക്ക് സക്സസ്ഫുൾ ആയിരിക്കണം. അവർ പഠിക്കാവുന്നൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഒരു പ്രാക്ടിക്കൽ നോളജ് അവർക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസ് അതിൽ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഞാൻ ചുമ്മാ പറയും, അവിടെ മക്ഡൊണാൾഡ്സ് വർക്ക് ചെയ്യാണ്, അവിടെ സ്റ്റാഫായിട്ടൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റുഡൻറ്റ് അവിടുത്തെ മാനേജർ പൊസിഷനിലോട്ട് ആവുമല്ലോ. അപ്പോൾ പറയും എനിക്ക് അത് പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. ഇന്ന് അവിടുത്തെ മാനേജറാണ് ആ കുട്ടി. ആ മാനേജറാണ് ആ ആൾക്ക് അവർ ആ മക്ഡൊണാൾഡ്സ് പോലെ ഇന്റർനാഷണൽ ബ്രാൻഡ് ഓഫർ ചെയ്യുന്നു, പിന്നെ വർക്ക് പെർമിറ്റ് തരാമെന്ന് ഓഫർ ചെയ്യുന്നു. അവിടെയുള്ള ഓൾമോസ്റ്റ് എൻ്റെ NBL നിന്ന് പോയിട്ടുള്ള ഓൾമോസ്റ്റ് സ്റ്റുഡൻസും അവിടെ മക്ഡൊണാൾഡ്സിലെ മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള പോപ്പീസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രാൻഡിൽ മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ. ഇതെല്ലാം പെൺകുട്ടികളാണ്. ഒരു 18 ക്വാളിറ്റി അവർ ആയി വരുന്നതാണല്ലോ. ഇവരിപ്പോൾ MBA മാസ്റ്റർ ഡിഗ്രി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ആ ടൈമിൽ തന്നെ ഇവർ ഈ മക്ഡൊണാൾഡ്സിൽ പോയി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പോപ്പീസിൽ പോയി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബർഗർ കിങ്ങിൽ പോയി വർക്ക് ചെയ്യുന്നു, KFCയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്തിട്ട് ഇവരെന്താണ് ഇപ്പോൾ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ഈ പാർട്ട് ടൈം ജോബിൽ നിന്ന് ഇവർ പഠിക്കുകയാണ്. ഇവർക്ക് ഒരു കസ്റ്റമർ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊരു ഒരു പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ ഉണ്ടായി വരുന്നുണ്ട്, ഒരു കോർഡിനേഷൻ ഉണ്ടായി വരുന്നുണ്ട്, ഒരു മാനേജീരിയൽ സ്കിൽസ് ഇവർക്ക് ഡെവലപ്പായി വരുന്നുണ്ട്, അക്കൗണ്ടിങ് ഇവർ പഠിക്കുന്നുണ്ട്. ഇവരിതെല്ലാം തിയറട്ടിക്കലായിട്ട് പോയി കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിസിഷൻ മേക്കിംഗ് ഇവർ പഠിക്കുന്നുണ്ട്. ഇത് ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് ഇപ്പോൾ ഒരു സാലറി വരും. ഈ സാലറി വരുമ്പോഴത്തേക്ക് ഇത്രയും രൂപ ഞാൻ റെന്റിന് കൊടുക്കണം, ഇത്രയും രൂപ ഞാൻ നാട്ടിലേക്ക് അയക്കണം, ഞാനിത് ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് ഇത്രയും പൈസയാണ്. ഈ കാൽക്കുലേഷൻ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് 18 വയസ്സായിട്ട് അവിടെ പോയിട്ട് ഒരു ഡിഗ്രി പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് 21 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആൾക്കാരായിട്ട് മാറുകയാണ്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛാ എനിക്ക് ബുക്ക് മേടിക്കാൻ എനിക്ക് പൈസ വേണം, എനിക്ക് ഇതിന് ഫെസ്റ്റിന് പോകാൻ ഇങ്ങനെ ഒരു പൈസ വേണം, എനിക്ക് അതിന് ഒരു പൈസ വേണം. അച്ഛൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നോ അമ്മയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നോ ഇവരുടെ കൺസേൺ അല്ല. ഇവർക്ക് ചോദിക്കുമ്പോൾ എന്തായാലും അച്ഛനും അമ്മയും ആ പൈസ കൊടുക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. മറ്റേത് അങ്ങനെയല്ല. ഒരു ഫ്രണ്ട്സുമായിട്ട് ഒരു പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുള്ളൂ, ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പാടുള്ളെന്ന്. മറ്റേത് രാവിലെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ വന്നിട്ട് എനിക്കൊരു 500 വേണം, 1000 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 5000 രൂപ വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷേ അവിടെ പോകുമ്പോഴേ ഇവർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ഉണ്ടാവും, ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്കറിയാം എൻ്റെ കയ്യിൽ ഇത്രയും രൂപ ഉണ്ട്, എവിടെ നിൽക്കണമെന്ന് അറിയാം. ഒരു ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായി വരികയാണ്. ഇതാണ് അവിടെ നിന്ന് എടുക്കേണ്ടത്. ഒരു വിദേശ പഠനം എന്നുള്ളത് കൊണ്ട് അവിടെ പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ളതിനേക്കാളും ഒരു ഇന്റർനാഷണൽ ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഒരു എക്സ്പോഷർ ഉണ്ടാവും ഒരു വിദേശത്ത് പോയി പഠിക്കുമ്പോഴത്തേക്ക്. ഇവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ, മൾട്ടിപ്പിൾ കൺട്രീസിലെ ആൾക്കാരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആൾക്കാർ നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഒരു വൈറ്റ്സിൻ്റെ ഇപ്പം ഇംഗ്ലണ്ടിലുള്ള ഒരു വൈറ്റ്സിൻ്റെ ഒരു ക്യാരക്ടറോ രീതികളോ ആയിരിക്കത്തില്ല ഒരു ആഫ്രിക്കനുണ്ടാവുക. ഒരു ഇവർക്കുള്ള ഒരു രീതി ആയിരിക്കില്ല ഒരു അറബിക് ആയിട്ടുള്ള ഒരാൾക്കുണ്ടാവുക, അല്ലെങ്കിൽ അഫ്ഗാനികളായിട്ടുള്ള ആൾക്കാർക്കുണ്ടാവുക, ഒരു ചൈനീസ് ജാപ്പനീസ് ഉള്ള ആൾക്കാർ. ഇവരുടെ അടുത്തൊക്കെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊരൊറ്റ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന പ്രാക്ടിക്കൽ നോളജും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് എടുത്തിട്ട് ആ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവർക്ക് ഇന്ത്യയിലോ വിദേശത്തോ മറ്റേത് രാജ്യത്തോ, ഇനിയിപ്പോൾ UK പോയി അവർക്ക് സെറ്റിൽ ആവാൻ പറ്റിയില്ലെങ്കിൽ പോലും
ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് മതിയല്ലോ ഈ ലോകത്ത് എവിടെ പോയി സക്സസ് ആവാനായിട്ട്. അതെ അതെ അപ്പം ഇതാണ് എനിക്ക് അവിടെ പോയി സെറ്റിൽ ആവണം എന്നുള്ളതിനേക്കാളും അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഈ എക്സ്പീരിയൻസ് ഏൺ ചെയ്യുക, അതിൽ നിന്ന് സക്സസ് ആവുക മേ എന്നുള്ളതാണ്. ബി തിരിച്ച് നാട്ടിൽ വന്നിട്ട് സക്സസ് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഷെഫ് പിള്ള UK യിൽ 15 വർഷത്തോളം അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പുള്ളി UK യിൽ ഒരു റെസ്റ്റോറൻറ്റ് പോലും ഓപ്പൺ ചെയ്തില്ല. പുള്ളിക്ക് PR കിട്ടി. പുള്ളി സിറ്റിസനാണ്. ഇത് രണ്ടും കിട്ടിയിട്ട് പുള്ളി നേരെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു. ഇവിടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു. ഇവിടെ നിന്നാണല്ലോ പുള്ളി ഒരു ബ്രാൻഡായി മാറുന്നത്. അതെ. ഒരു സിറ്റിസൺഷിപ്പ് കിട്ടി എത്ര പേര് നാട്ടിൽ വന്ന് സെറ്റിൽ ആവും? പുള്ളി ഇവിടെ വന്നാണ് സെറ്റിൽ ആവുന്നത്. ഇവിടെ വന്ന് ഷെഫ് പിള്ള RCP ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് പുള്ളി മാറി. പുള്ളിയെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. പല പല പ്രോജക്റ്റുകളിലേക്ക് പുള്ളി പോകുന്നു. ഇന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലുള്ള പുള്ളിയുടെ പേരിൽ ഒരു ഇന്റർനാഷണൽ ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോളേജ് പുള്ളി ഇപ്പോൾ കൊടൈക്കനാൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, പുള്ളിയുടെ ഫുഡും മെനു ഒക്കെ നോക്കിയാൽ മതി. അത് ശ്രീലങ്കൻ ഡിഷുണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, എല്ലാം അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പോയാൽ മതി UK യിലേക്ക്. സ്ട്രഗ്ലിംഗ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്ന സ്റ്റുഡൻസ് പോയാൽ മതി. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സും ഒരു ഡിറ്റർമിനേഷനും ഒരു വിഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ 100% സക്സസ് ആയിട്ട് വരാനായിട്ട് പറ്റും. അത് UK എന്നുള്ളതല്ല, ഏത് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്നാലും അവിടെ പോയിട്ട് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ അത് ആ കിട്ടുന്ന എക്സ്പോഷർ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ഒരു ചായ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മേടിക്കത്തില്ല. അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. MG റോഡില്. അതിന്റെ ടേസ്റ്റിനെക്കാളും അവന്റെ ഒരു ആംബിയൻസും പ്രസന്റേഷനുമാണ് ഡിഫറെന്റ്. അത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഒരു വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. അവിടെ പരമ്പുള്ളിയിലൊക്കെ എത്രത്തോളം റെസ്റ്റോറൻറ്റുകളുണ്ട്. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. നമ്മൾ അറിയണം മറ്റ് കൺട്രീസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു UK യിൽ പോകുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഷെങ്കൻ വിസ എടുത്തിട്ട് യൂറോപ്യൻ കൺട്രീസ് 28ഓളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പഠിക്കാനായിട്ട് പോകുന്ന ഒരാൾക്ക് 28ഓളം രാജ്യങ്ങൾ ഇതുപോലെ തിരിച്ചും വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് കണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നബീലിന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്നല്ലേ? അതെ, എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പം ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ അങ്ങനെ നിൽക്കാം. എൻ്റെ ഫാദറിൻ്റെ ബിസിനസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ വന്ന് ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ടെൻഷനും സ്ട്രെസ്സും. ഇപ്പം ഒരു ബിസിനസ് എന്നൊക്കെ പറയാൻ നമുക്ക് പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്, എൻ്റെ റെസ്റ്റോറൻറ്റ് കിടക്കുന്നത് തൃശ്ശൂരാണ്, എൻ്റെ ബിസിനസ് മീറ്റിംഗ്സ് വരുന്നത് എറണാകുളത്താണ്, അല്ലെങ്കിൽ പല ബാംഗ്ലൂർ പോകേണ്ടി വരും. ഈ പറയുന്ന നമുക്ക് വീട്ടിൽ പാരൻസിനോടൊപ്പം നിൽക്കുന്നതിൽ കൂടുതൽ പല സ്ഥലങ്ങളിലേക്ക് ഓരോ ദിവസം ട്രാവൽ ചെയ്യേണ്ടി വരും. ഈ സ്ട്രെസ്, പക്ഷെ ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ബിസിനസ് എന്ന് പറയുന്ന ഒരു പാഷനും കൂടെ ആണല്ലോ. ഇപ്പം കൺസൾട്ടൻസി എന്നുള്ള മേഖല എൻ്റെ അൾട്ടിമേറ്റ്ലി എൻ്റെ MBA വരുന്ന സ്റ്റുഡൻസിന് എനിക്ക് ജോബ് കൊടുക്കാൻ പറ്റണം, ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്ന ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇപ്പം ചിക്കിങ് തുടങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നതാണെങ്കിലും ഇനി നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റായിട്ട് വരുന്ന NBL അക്കാഡമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. NBL എന്ന് പറയുന്ന ഒരു പുതിയൊരു ഒരു കാര്യം, ഒരു വലിയൊരു കൺസെപ്റ്റ്, ഒരു പുതിയ കാര്യം നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. NBL അക്കാഡമി എന്ന് പറയുന്നത് സാധാരണ ഒരു അക്കാഡമി അല്ല. അതിനകത്ത് നമ്മളൊരു റിയൽ പ്രൊഫഷണലിസം, ഒരു പ്രൊഫഷണലായിട്ട് ബിൽഡ് ചെയ്യുക. രണ്ടും ഇത് നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ളതിനേക്കാളും പ്രാക്ടിക്കൽ ആയിട്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ പ്രൊഫഷണൽ ലൈഫ് നമ്മൾ ആക്കി കൊടുക്കുക. അത് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു 70-80% നമ്മളായിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മളത് ലോഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ്. അപ്പം എന്താണെങ്കിലും വളരെയധികം സന്തോഷം. കാരണം എനിക്ക് ഒരുപാട് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. വളരെ നന്നായി സംസാരിക്കുന്ന, വളരെ ദീർഘവീക്ഷണമുള്ള ജെൻ സി അല്ല, നമ്മളൊക്കെ 90s കിഡ്സ് ആണല്ലേ, മില്ലേനിയൽ, എനിക്കറിയില്ല എന്താ പറയുന്നത്. അപ്പം 90s കിഡ്സിന്റെ ആ ഒരു ഊർജവത്തോടെ, ആ ഒരു ആർജവത്തോടെ, വളരെ എന്താ പറയുക, ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ലൈഫിനെ വളരെ സ്മൂത്ത് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി.
തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികൾക്ക് ഇനിയും ഇക്കയാവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. NBA ഒരുപാട് വളരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നബീലിന്റെ എല്ലാ സ്വപ്നങ്ങളും, ഇപ്പം പുതിയ അക്കാദമി ആണെങ്കിലും, പുതിയ ഇപ്പം തേങ്ങാ മാങ്ങ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഷെഫിലായിട്ട് അസോസിയേറ്റ് റെസ്റ്റോറൻറ്റ് ആണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ടുള്ള എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനിയും ഒരുപാട് പേരുടെ ഇക്കയാവാൻ സാധിക്കട്ടെ. Okay, thank you so much. താങ്ക് യു സോ മച്ച്.